കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ റൂൾ ആയിരുന്നു പറഞ്ഞത്. എങ്ങനെയാണത് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് സെന്റൻസ്. അപ്പൊ നമുക്കിനി നോക്കിയാലോ എങ്ങനെയാ ചെയ്യേണ്ടത്. ഇപ്പോ ഐ, ഈ ആം എന്ന് പറയുന്നത് നമ്മൾ ഐയുടെ കൂടെ, ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോ ഐ ആം വർക്കിംഗ് നൗ. അപ്പോ ഈ ഐ ആം വർക്കിംഗ് നൗ, നൗ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സോ ഐ ആം വർക്കിംഗ് നൗ. ഇത് വരികയാണെങ്കിൽ ഷീ ഇസ് വർക്കിംഗ് നൗ. അപ്പോഴാണ് ഇസ് വരുന്നത്, ഹി ഇസ് വർക്കിംഗ് നൗ. ഇനി ആറ് വരുന്ന എപ്പോഴേക്കും ദേ അല്ലെങ്കിൽ വി വരുമ്പോഴാണ്, പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗുലർ ആണെങ്കിൽ ഇസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ വർക്കിംഗ് നൗ ഇല്ലെങ്കിൽ വി ആർ വർക്കിംഗ് നൗ, ഇതിനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ആം വർക്കിംഗ് നൗ, ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. ഇല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വി ആർ ഗോയിങ് ടു ഗോ ടു ദ മൂവീസ്. അപ്പോ വി ആർ ആറ് എപ്പോഴാണ് വന്നത്? പ്ലൂറൽ. വി എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർഡ് ആണ്, അപ്പോഴാണ് വന്നത്. ഇപ്പൊ വി ആർ ഗോയിങ് ടു ഗോ ടു ദ മൂവീസ്. അപ്പൊ നമ്മൾ ഇനി പോവാൻ പോകുന്ന ഒരു കാര്യമല്ല, നമ്മൾ ഇപ്പൊ പോവല്ല, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ മൂവീസ് പോവാൻ പോവാണ്. അപ്പോഴാണ് നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.